ഇന്നത്തെ പരിപാടി എന്താണെന്ന് നമ്മൾ ചേനയൊക്കെ നട്ട് അപ്പോൾ അതിൻ്റെ നമ്മുടെ ചേനയുടെ ഒക്കെ സൈഡിൽ കാണുമല്ലോ, ഞങ്ങൾ പറയും ചേന വിത്ത് അല്ലെങ്കിൽ ചേന കണക്ക് എന്ന് പറയും. ആ ഒരു സംഭവം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നടാൻ പോവുകയാണ്. അപ്പം നിങ്ങളൊക്കെ ഈ സാധനം എന്താ ചെയ്യുക? അടർത്തി കളയോ, അതോ കറി വെക്കുമോ, അത് ഇതുപോലെ നട്ടു കൊടുക്കാറുണ്ടോ? ഇതുപോലെ നട്ടു കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ല റൗണ്ടിൽ നമുക്ക് കറി വെക്കാനുള്ള ചേന കിട്ടും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ നമ്മുടെ ചേനയുടെ അതായത് നമുക്ക് നടാൻ ഒരുക്കി വെക്കുന്ന സമയത്തെ ഞാൻ ഇതുപോലെ നമ്മുടെ സൈഡിലുള്ള വിത്തുകളൊക്കെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ മുളയുള്ളതൊക്കെ നമുക്ക് നട്ടു കൊടുക്കാമല്ലോ. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് കുഴികളൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിയിലാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ഈ മുളച്ച് വന്ന ചേനയുടെ വിത്ത് അല്ല ചേനക്കണക്കുണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെ കുറച്ച് കരിയിലയും കൂടെ, എത്രത്തോളം നമ്മുടെ കരിയില ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ മണ്ണിന് നല്ല രീതിയിൽ മണ്ണിളക്കവും വായുസഞ്ചാരവും ഉണ്ടായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചേനയൊക്കെ കിട്ടും. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ വീണ്ടും കരിയില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ച വിത്തുകളൊക്കെ ഉണ്ടല്ലോ ഓരോരോ കുഴിയിൽ ഇതുപോലെ കരിയിലയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വിത്തുകൾ ഇങ്ങനെ നട്ടു കൊടുത്താൽ നമുക്ക് അത്യാവശ്യം കറി വെക്കാനും പുഴുങ്ങിക്കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല റൗണ്ടായിട്ടുള്ള നമുക്കൊരു കുഞ്ഞു ചേന തന്നെ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ നട്ടു നോക്കണേ.